ഇത് മഴവെള്ളം നമ്മൾ ഷെഡിൽ നിന്നുള്ള മഴവെള്ളം പിടിച്ച് ഇത് ഫിൽറ്റർ ചെയ്ത് നല്ലപോലെ ഫിൽറ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ടാങ്കിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് നമ്മളിത് വെറുതെ വെച്ചിരിക്കുന്നതാണ്. ഇതും കുഴക്കണ്ടി അടിച്ച് കിടക്കുന്ന വെള്ളമാണ്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു കളർ മാറ്റം കണ്ടോ. അടിച്ച് വരുമ്പോഴത്തേക്ക് നല്ല വെളുത്തിരിക്കും, കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് കളർ വരും. അത് ജസ്റ്റ് ചെളി ഊറിക്കൂടിയേക്കുന്നതുകൊണ്ടാണ്. ഇത് ടാങ്കിൽ നമ്മൾ കുഴക്കണ്ടിയിൽ നിന്ന് വെള്ളം അടിച്ച് കഴിയുമ്പോഴത്തേക്ക് തെളിഞ്ഞ വെള്ളം കിടക്കും കേട്ടോ. ഇത് തെളിഞ്ഞ വെള്ളമാണ്. ഇതാണ് ഒരു 2 ദിവസം കൊണ്ട് 2-3 ദിവസം കൊണ്ട് അടിയിൽ നൈസായിട്ട് ചെളി അടിഞ്ഞു കൂടുന്നു ഈ വെള്ളത്തിൽ നിന്നാണ്. അതാണ് ഇപ്പോൾ കുഴക്കണ്ടിയിൽ നിന്നുള്ള വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്, ടാങ്ക് കാലിയാണ്. അപ്പോൾ കുഴക്കണ്ടിയിൽ നിന്ന് വരുന്ന വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ്. നമ്മുടെ നോട്ടത്തിൽ നല്ല തെളിഞ്ഞ വെള്ളമാണ്. പക്ഷേങ്കിൽ അത് കുറച്ച് ദിവസം ഇതിനകത്ത് കിടന്നു കഴിയുമ്പോഴത്തേക്കാണ് ആ വെള്ളം ഊറിയിട്ട് ആ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെളി കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇതൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമാണ്, നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ്. നമ്മൾ ഈ നോക്കിയാൽ കാണുന്നത് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ ഒരു നല്ലൊരു കളറാണ്. പക്ഷേ ഇത് നമ്മൾ ഒരാഴ്ചയോളം നമ്മൾ ഈ ടാങ്കിനകത്ത് കിടന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളമാണ് കാണിക്കുന്നത്. അല്ല, ഇതുപോലെ തെളിഞ്ഞ വെള്ളമാണത്. അപ്പോൾ ഇതിനകത്ത് ചെറിയ കറണ്ട് കിടന്നുകൊണ്ടാണ് കിടന്നത്. അപ്പോൾ ഇതുപോലെ തെളിഞ്ഞ വെള്ളമാണ് ഞാൻ അടിയിൽ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അത് ചെളിയായിട്ട് കിടക്കുന്നതാണ്. ഈ വെള്ളത്തിൽ നിന്നുള്ള ചെളിയാണ് നമ്മളത് കണ്ടത്. കുഴക്കണ്ടിൽ നിന്നും വെള്ളമടിച്ച് ടാങ്ക് നിറഞ്ഞു കഴിയുമ്പോൾ ടാങ്കിൻ്റെ അടിവശത്ത് ചെളി വരുന്നത്. അപ്പോൾ കുഴക്കണ്ടിൽ മണ്ണിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് ഇതുള്ള ചെളി വരുന്നത്. ഇതാണ് ചെളിയുടെ അവസ്ഥ. ഇത് നമ്മൾ ഒരാഴ്ച കൂടുമ്പോഴത്തേക്ക് അടിവശം കലക്കി കഴിയുമ്പോഴത്തേക്ക് വരുന്ന ഒരു ചെളിയുടെ അവസ്ഥയാണത്. അപ്പോൾ ഈ ചെളി മറ്റ് സഹായങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് തന്നെ വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പപ്പണിയാണ് കാണിക്കുന്നത്. അതിനാകുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു 1/2 HP മോട്ടറാണിത്. ഒരു 1/2 HP മോട്ടർ വേണം. അതിൻ്റെ ഒരു ഫുട് വാൽവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുട് വാൽവിൻ്റെ അറ്റം നമ്മൾ കൂർമ്പിച്ചിരിക്കുന്നത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മളിതുപോലെ ഒരു വല വെച്ചിട്ട് ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ടാങ്കിൻ്റെ അടിയിലേക്ക് ചെല്ലും. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഈ പൈപ്പിന് വളമുള്ളതുകൊണ്ട് അത് നൂർക്കാൻ വേണ്ടിയിട്ട് ഒരു PVC പൈപ്പുണ്ട്. അപ്പോൾ ആ PVC പൈപ്പിനകത്ത് കൂടെ നമ്മൾ ഈ ഫുട് വാൽവ് ഇറക്കി വിടും. അതിനുശേഷം നമ്മളിവിടെയുള്ള സ്വിച്ചിങ് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഫുട് വാൽവ് വലിച്ച് വെള്ളം പുറത്തേക്ക് കളയും. അങ്ങനെ വേസ്റ്റ് വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ട്രിക്ക് പണിയാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. ഇത്രയും സാമഗ്രികളാണ് നമുക്കുള്ളത്. വെള്ളം ഈ ഫിൽറ്റർ ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയും ഫിൽറ്റർ സിസ്റ്റം ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.